അടുത്തത് ഭാരം. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. പക്ഷെ കിലോഗ്രാം മാത്രമല്ല, നമ്മളിപ്പോൾ ചെറിയ ഗുളികയൊക്കെ എടുത്താൽ വളരെ ചെറിയ ഗുളികകളാണ്. നമ്മൾ മില്ലിഗ്രാമിലാണ് പറയുക. അതേസമയം നമ്മളിപ്പോൾ പറഞ്ഞ കടയിൽ പോയി പച്ചമുളകൊക്കെ വാങ്ങാൻ നിൽക്കുകയാണ്, ഇത്ര ഗ്രാം പച്ചമുളക് വേണം എന്നാണ് നമ്മൾ പറയുക അല്ലേ. അപ്പം അങ്ങനെ ചെറിയ യൂണിറ്റുകളും ഉണ്ട് ഭാരത്തിന്, വലിയ യൂണിറ്റുകളുണ്ട്. വലിയ വലിയ സ്ലാബുകളെയും ബിൽഡിംഗ് ഒക്കെ പൊക്കുക നമ്മൾ ഇത്ര ടൺ ഭാരമാണ്, ഇത്ര കിൻഡൽ ഭാരമാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അങ്ങനെ പല യൂണിറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് കുറച്ച് യൂണിറ്റ്സിനെ പരിചയപ്പെടാം. അത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് കിലോഗ്രാം ആണ് നമ്മളിപ്പോൾ പഠിക്കുന്ന SI യൂണിറ്റ് എന്ന് നമ്മൾ പഠിച്ചു. ഇതാണ് കിലോഗ്രാം. കിലോഗ്രാമിനേക്കാളും ചെറിയ യൂണിറ്റുകളെ ഞാൻ മുകളിലേക്ക് എഴുതാം. അതിലൊന്ന് നമ്മുടെ ഗ്രാം ആണ്, അതേപോലെ മില്ലിഗ്രാം. ഇതൊക്കെ ചെറിയ യൂണിറ്റുകളാണ്. കിലോഗ്രാമിനേക്കാളും വലിയ യൂണിറ്റുകളാണ് ഈ പറഞ്ഞ ക്വിന്റൽ എന്ന് പറയും, അതേപോലെ ടണ്ണ് എന്നൊക്കെ പറയുന്നത് വലിയ യൂണിറ്റുകളാണ്. അപ്പൊ ഇവിടെ അറിയേണ്ട കാര്യം, ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. 1000 ഗ്രാമിന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 10⁻³ എന്ന് എഴുതാം. 3 0 അല്ലേ, അപ്പൊ 10⁻³ എന്ന് എഴുതാം. അതേപോലെ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁶ മില്ലിഗ്രാം ആണ്. ഇങ്ങനെ രണ്ട് കൺവേർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊന്നിന് കിൻഡലാണ്. ഒരു കിൻഡൽ, ഇവിടെ ഇനി കിൻഡൽ വലുതായതുകൊണ്ട് ഞാൻ കിൻഡലിനെ എഴുതുകയാണ് കിലോഗ്രാമിന്റെ ബേസിൽ. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. അതേപോലെ ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. അപ്പൊ 1000 കിലോഗ്രാം വരുമ്പോഴാണ് നമ്മൾ ഒരു ടൺ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വലിയ ഭാരമാണെന്ന് ആലോചിച്ച്, ഒരു ട്രെയിനിന്റെ ബോഗിയൊക്കെ പൊക്കുമ്പോൾ ഇത്ര ടണ്ണാണെന്നാണ് നമ്മൾ പറയുക അല്ലെ. അപ്പൊ 1000 കിലോഗ്രാം എന്നൊക്കെയാണ് പറയുക. അതിനെയാണ് ഒരു ടണ്ണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പറയുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിയേ, ഞങ്ങളുടെ എക്സസൈസ് ചോദ്യമാണ്. ഡിഫറെന്റ് യൂണിറ്റ് ഓഫ് മാസസ് ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്നാണ് പറയുന്നത്. ഏറ്റവും ചെറുത് നമ്മൾ മില്ലിഗ്രാം ആണ് പഠിച്ചത്. മില്ലിഗ്രാം കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുക ഗ്രാം ആണ്. അപ്പൊ ഏറ്റവും ചെറുത് മില്ലിഗ്രാം, ഞാൻ B എഴുതി. പിന്നെ ഗ്രാം ആണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് കിലോഗ്രാം ആണ്, A. അത് കഴിഞ്ഞ് നമ്മുടെ കിൻഡൽ വരും. എന്ത് വരും? ക്വിൻഡൽ വരും. ഇങ്ങനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും വരിക. ആരാണ് വലുത്, ആരാണ് ചെറുത് എന്നൊക്കെ ആയിരിക്കും. നമ്മുടെ ലെങ്തിന്റെ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും വരിക. നമുക്ക് സമയം നോക്കാം, വിച്ച് ഇസ് ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ടൈം. ടൈമിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ് ആണ്. പക്ഷെ നമ്മൾ സമയം പറയുമ്പോൾ അങ്ങനെയൊക്കെയാണോ പറയാ, ഇത്ര മിനിറ്റ് ആയി, ഇത്ര മണിക്കൂറായി, ആള് പോയിട്ട് 3 കൊല്ലമായി, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയാം അല്ലെ. അപ്പം ടൈമിന് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള SI യൂണിറ്റ്സ് ഉണ്ട്. അതിലൊന്ന് മിനിറ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് സൂചി 60 അല്ലെ, 60 സെക്കൻഡ് കറങ്ങി വരുമ്പോഴാണ് ഒരു ഫുൾ കറങ്ങുക എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് കറങ്ങി വരുമ്പോഴാണ് ഒരു മിനിറ്റ് ആവുന്നത്. അപ്പൊ ശരിക്കും ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്, 60 സെക്കൻഡ് ആണ് എന്ന് പറയാം. ഓക്കെ അല്ലേ. ഇനി ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് എന്ന് പറയാം. 60 മിനിറ്റിനാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അതിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 60 സെക്കൻഡ് ആണ്. അപ്പൊ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണെന്നും നമുക്ക് പറയാം. ഒരു മണിക്കൂർ 3600 സെക്കൻഡ് ആണ്, ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണ്. ഇതാണ് ടൈമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിന്റ്സ്.